പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ കോൺഗ്രസിന്റെ അപജയം നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരും. അല്ല കോൺഗ്രസ് അത് മാധ്യമങ്ങൾ കളിക്കാനാണ് അതിന് പേര്. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. വേണുഗോപാൽ മിഞ്ഞാന്ന് ഏതോ ഒരു മീറ്റിങ്ങിൽ കാസർഗോഡാണെന്ന് തോന്നുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അതായത് പഴയ പോലെയല്ല, നടപടി ഉണ്ടാവും, മര്യാദയ്ക്ക് പണിക്ക് വരാത്തവൻ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു സൂചനയായിട്ട് കാണാം. ഇതൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. പി എം ശ്രീയിലേക്ക് തന്നെ വരും നമ്മൾ. എന്താണ് അതിൻ്റെ ഒരു നിങ്ങളൊരു ആസ്പെക്റ്റിലുള്ള അതിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്? അതായത് എല്ലാവരും കാണുമ്പോൾ തന്നെ നമ്മൾ കാണണമെന്നില്ലല്ലോ, നമ്മളുടേതായ പാടുണ്ടാവില്ല. അതായത് അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതായത് മൊത്തത്തിൽ CPIM കുറ്റം പറയാൻ പറ്റില്ല. അവരെ ഈ 110 കോടി കാണിച്ചിട്ട് 1500 കോടി പിടിച്ചു വെച്ചിട്ടുള്ളത്. അതായത് 110 കോടി SSA ഫണ്ട് അല്ല, SSA ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. 1500 കോടി കേരളത്തിന് കിട്ടാനുള്ളത്. അതായത് കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി മിഞ്ഞാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പുകാർ കുഞ്ഞുങ്ങളെ ഫണ്ടായതുകൊണ്ട് അത് കുത്തിത്തിരിപ്പ് ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ആളാണ് ഇയാളെന്താ പറയുന്നറിയോ? ഈ SSA ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് 1500 കോടി കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ടാണ്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് തരണമെങ്കിൽ ഇതിൽ കേന്ദ്ര ഫണ്ട് നാഗ്പൂർ ഫണ്ട് പോലെ തീർച്ചയായും ഓല സൗകര്യത്തിന് നമ്മൾ കൂടി തരുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ PM ശ്രീയിൽ പങ്കെടുക്കണമല്ലോ, മറ്റേ ആ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണം എന്നുള്ളത് ഉറപ്പല്ലേ? അതെ, അതാണല്ലോ സുരേന്ദ്രൻ പറഞ്ഞത്. മറ്റേ ഹെഡ്ഗേവാറിനെയും മറ്റേ സവർക്കറിനെയും ഇനിയും നമ്മൾ കേരളത്തിൽ പഠിപ്പിക്കും. എത്ര കോൺഫിഡൻസിൽ അയാൾ പറയും. അപ്പോൾ മറ്റേ ഇയാൾ വിദ്യാഭ്യാസ മന്ത്രി അതിനെ എതിർക്കണതോ? വിദ്യാഭ്യാസ മന്ത്രി ഒരു നല്ല മനുഷ്യനാണ്. കാരണം അയാളിപ്പം ഇന്ന് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് വേണമെങ്കിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു, നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ്? അല്ല, MA ബേബി ദേശീയ സെക്രട്ടറിൻ്റെ ഇത് കേട്ടപ്പോൾ ഈ സങ്കടമായും ചെയ്തു. ഞാൻ നിസ്സായനാണെങ്കിൽ കണ്ടാലറിയില്ല, അത് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അതായത് ഇത്ര ഗതികെട്ടൊരു പാർട്ടി സെക്രട്ടറി CPMൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അയാൾ പരിപാടി അറിഞ്ഞിട്ടില്ല, അയാൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് കേരളത്തിൽ മാത്രമാണ് അവർക്ക് ഭരണമുള്ളത്. കേരളത്തിൽ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി, അതായത് LDF ഭരിക്കുമ്പോൾ CPIMൻ്റെ ഒരു തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് പാർട്ടി ഇല്ല. ഞാനും മറ്റേ KM ഷാജി പറഞ്ഞ പോലെ ഞാനും സുഭദ്രയും അപ്പനും സെറ്റപ്പാണ്. ഒരവസ്ഥയിലേക്ക് മൊത്തം മാറിയിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെതായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്ന് കത്തിക്കില്ലല്ലോ അല്ലേ കാര്യങ്ങൾ. അല്ല, അവർക്കിത് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ലെവല് താഴത്താണെന്ന് എനിക്ക് തോന്നുന്നു. കുറവാണ്. അത്ര ഒരു എവിടെയൊക്കെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് മണക്കുന്നുണ്ട്. ടോട്ടലി അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഇതിപ്പോൾ എതിർത്ത് കഴിഞ്ഞാൽ CPMനെ അനുകൂലിക്കുന്ന പോലെയോ, അനുകൂലിച്ചാൽ BJPനെ അനുകൂലിക്കുന്ന പോലെയോ. കോൺഗ്രസ് ശരിക്കും ഒരു പ്രതിസന്ധിയിലുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. ഞാൻ ചോദിക്കുന്നത് CPIനെ സപ്പോർട്ട് ചെയ്തുകൂടെ എന്നുള്ള. CPI മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്, വേറെ ആരെങ്കിലും എതിർക്കുന്നുണ്ട്? ഇല്ല, CPIക്ക് മാത്രമാണ് എതിർപ്പുള്ളത്. അതായത് CPM ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് വലതുപക്ഷമായി മാറി പറഞ്ഞാൽ. അതായത് CPI ആണ് ഇപ്പം പ്രതിപക്ഷം. അതായത് ശരിക്കും പ്രതിപക്ഷം പോലും എതിർക്കുന്നില്ല ഈ പരിപാടിനെ. കാരണം വെച്ചാൽ ഇത് എതിർത്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു പേടിയുണ്ട് ഇവർക്ക്. PM ശ്രീ, അതായത് കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട്, സുരേഷ് ഗോപി പറഞ്ഞത് കണ്ടില്ലേ, കുരുന്നുകൾക്ക് കിട്ടേണ്ട ഫണ്ട് ഇത്ര ഇതായിട്ട് അയാൾ പറയുമ്പോൾ ഇത് കുരുന്നുകൾക്കുള്ള ഫണ്ടല്ലല്ലോ, ഇത് കറക്റ്റ് ഹിന്ദുത്വം പ്രോത്സാഹിപ്പിക്കാനുള്ള ഫണ്ടായിട്ടല്ലേ ഇത് മാറുന്നത്? ശരിക്കും അല്ല, കേരളത്തിൽ സവർക്കറിനെ കുറിച്ചും വിലക്കുറിച്ചൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതല്ല ഇതിൻ്റെ അർത്ഥം. അല്ല, കേരളത്തിൽ 200 സ്കൂളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുക. അതിൻ്റെ ഒരു താലൂക്കിൽ 2 സ്കൂൾ അങ്ങനെ എന്തോ വരുള്ളൂ. അപ്പോൾ ആ സ്കൂളുകൾക്ക് തന്നെ ചെറിയ എന്തോ എമൗണ്ട് കിട്ടും. ആ 110 കോടി അങ്ങോട്ടുള്ളത്. അപ്പോൾ 200 സ്കൂളുകൾ വീതിച്ചാൽ എത്ര ഉണ്ടാവുക? അതും ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങോട്ട് ഇത് ചാലുവാവുള്ളൂ, തുടങ്ങും. ചോദിക്കുന്നത് ഇത്രയും ചെറിയ എമൗണ്ട് ഫണ്ടിന് വേണ്ടി മലയാളികൾ അന്തസ് പണയം വെക്കേണ്ടിയെന്നാണ് ചോദിക്കുന്നത്. മുമ്പ് പ്രളയവും പ്രശ്നം ഉണ്ടായപ്പോൾ ആൾക്കാർ ഓരോരോ പേജ് പിരിച്ചു കൊടുത്തില്ലേ? അങ്ങനെ കൊടുക്കൂല. ഇത്ര അന്തസ്സില്ലാത്ത കേസിന് മുമ്പ് നാട്ടുകാരെ അറിയിച്ചാൽ പോരെ? അല്ലേ, ഇനിയൊരു അതോ മുമ്പത്തെ പ്രളയ ഫണ്ടെന്നൊക്കെ മുക്കിപ്പോയിൻ്റെ ഒരു ഇത് ജനങ്ങൾക്ക് ഉണ്ടാവും, ഇനി കൊടുക്കാണ്ടൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അല്ലേ, ഇനിയൊരു ഫണ്ട് പിരിവാറ്റി ഈ ഇപ്പോഴത്തെ കേരള സർക്കാരിന് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ 9.25 വർഷമായില്ലേ, ഇതിനിടയ്ക്ക് സംഭവിച്ച 2 പ്രളയം, കൊറോണ, ഇതിലൊക്കെ നല്ല ഫണ്ട് പിരിക്കുകയും ഇതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ LIC എന്നിട്ട് $2 ബില്യൺ $3.5 ബില്യൺ എടുത്തിട്ട്
അദാനിൻ്റെ ഫണ്ടിലേക്ക് ഇടുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവമല്ലേ? ശരിക്കും അതിൻ്റെ ഒക്കെ ഒരു ലോജിക്ക് ഗവൺമെൻറ് ഇപ്പോൾ മൊത്തം വില അടുക്കളയിലായി മാറി. ജനങ്ങളെ ഫണ്ടിന് ഒരു മൂല്യമില്ലേ, അവർക്ക് തോന്നിയ മാതിരിയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക്. അദാനിൻ്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്രയോ ടോപ്പിലാണ്. എന്നിട്ട് വീണ്ടും 2 ബില്യൺ LIC എന്നൊക്കെ എടുത്താൽ ഇതിന് ആൾക്കാർക്ക് ഇതിനൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ ചോദിക്കും. നമ്മളെ യുവത്വം ലോകം മൊത്തം ടെക്നോളജിൻ്റെ വഴിയേക്ക് വന്ന് വളർന്നുകൊണ്ടിരിക്കുക. നമ്മളെന്തോ വള്ളിക്കേസ് പിടിച്ചിട്ട് പിന്നോട്ട് കുറഞ്ഞ ആൾക്കാർ ഗീശ പൈസ ഇടുക, ബാക്കിയുള്ളവൻ പട്ടിണി എടുക്കുക. യൂത്ത് ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് ക്വാണ്ടിറ്റി ഉള്ള ഇന്ത്യക്കാണ്. എന്നിട്ട് പ്രതികരിക്കാനോ ഇത് മാറ്റം വരുത്താനോ ആർക്കും എല്ലാവരും അടിമകളായി മാറുക. കുറച്ചാൾ BJPൻ്റെ അടിമ, കുറച്ച് CPMൻ്റെ അടിമ, കുറച്ച് മറ്റേൻ്റെ അടിമ, അങ്ങനെ ഈ ആടെ നശിച്ചുവല്ലേ. ആൾക്കാരെന്തിനെ കുറിച്ച് ചിന്തിക്കാത്ത? അതന്നെ ഇതിപ്പോൾ 2025 ഇപ്പോൾ 1925 എന്താണോ ഉണ്ടായത് ആ സംഭവം ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തൊരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ആളുകൾ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ കട്ടുമുടിക്കുന്നു, മറ്റേത് നേരത്തെ രാജാക്കന്മാർ കട്ടുമുടിച്ചു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിപ്പം ജനങ്ങൾ കുറച്ച് കഴിയുമ്പം എല്ലാ രാജ്യത്തും ഇപ്പം അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഗവൺമെൻറ്റിനെതിരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമൊക്കെ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വരൂലേ? തീർച്ചയായും ആഗോളമായിട്ട് ഒരു ഇതിപ്പോൾ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഇങ്ങനെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതൊരു മാറ്റം ആരും ആഗ്രഹിക്കൂലേ? ഒരു സംഭവമൊക്കെയാണ് ഇസ്രായേലിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ കണ്ട്. ചിലപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ RSSൻ്റെ അതേ ഒച്ചയായിട്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സൗണ്ടും മാറുന്നുണ്ടല്ലോ സംഭവം. നമ്മളെ നാട്ടിലൊരു കൂടത്തായ ഒരു സമരമുണ്ട് മാലിന്യ കേസുള്ള സംഗതി. അതിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും റോഡുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ കാര്യമായിട്ടില്ല ഇടപെടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എന്തോ ആവട്ടെ, പക്ഷെ എന്തെങ്കിലും ഒരു സമരം നടക്കുമ്പോഴേക്കിന് സുഡാപ്പി ഇടപെട്ട് അതുകൊണ്ട് ഒരു തീവ്രവാദം ആ ഒരു രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം ആരോപിക്കുക, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ ആരോപിക്കുക. ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടണമെന്ന് മനസ്സിലാക്കുക. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ്, പഴയ പോലെയല്ല ഇപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ KP അനിൽകുമാർ CPMൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് സംസാരിക്കാൻ അജിംസാണ് ആങ്കറായിട്ടുണ്ടായത്. അപ്പോൾ അജിംസ് എന്തോ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാന്ന് പറഞ്ഞു. ശക്തമായി എതിർത്തു. അത് അജിംസ് താലിബാൻ RSS ഒക്കെ ഒന്നല്ലേ? അതെ, അത് ഇവർക്ക് അത് ഇയാൾ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതായത് ഈ CPMൻ്റെ ആൾ അപ്ഡേറ്റ് ആയിട്ടില്ല. കാരണം താലിബാൻ്റെ പ്രതിനിധി വന്നിട്ട് അവിടെ നരേന്ദ്രമോദിയും മറ്റേ ജയശങ്കറൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് എന്താ പറയണ്ട, അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയതാണ്. RSSൻ്റെ പരിപാടിയിൽ വിവേകാനന്ദ ഫൗണ്ടേഷൻ്റെ പരിപാടി പങ്കെടുത്തില്ല. അതെ ഓരോന്നായില്ലേ നമ്മളെ വട്ടന്മാര് അതും പറയും തീവ്രവാദം പിന്നെ ആരും മിണ്ടൂല. അത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി. അതായത് ഇയാൾ പറഞ്ഞ AKG സെൻറ്റർ കൊണ്ടുവച്ചാൽ മതി. അവിടെ AKG സെൻറ്ററിനെയും CPMനെയും പറയിപ്പിച്ച ആൾ ഇതുപോലെ അപ്ഡേറ്റ് അല്ലാത്ത ആളുകളെ ചർച്ചയിലേക്ക് വിടാന്നുള്ളതാണ് CPMൻ്റെ വേറൊരു ടാറ്റിക്സ്. അതല്ല ഈ ഇങ്ങനെ പ്രയോഗങ്ങളിലൂടെ STPIക്കൊക്കെ വിസിബിലിറ്റി കൊടുത്തിട്ട് ലീഗ് പോലുള്ള സംഘടനകളെ തളർത്താന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. തീർച്ചയായും ഒരു സൈഡിന് RSSനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി ഓല് കൂട്ടിച്ചേർന്ന് CJP ആയിട്ട് വരിക, അപ്പുറത്തുനിന്ന് വില പ്രോത്സാഹിപ്പിച്ചിട്ട് ലീഗിനെ പോലുള്ള ശക്തികളെ തളർത്തുക, അങ്ങനെ സാധനം ഉണ്ട്. ശരിക്കും തകർന്നുകൊണ്ടിരിക്കുന്നത് CPM ആണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ CPIൻ്റെ വോട്ട് ബാങ്ക്, പഴയ വോട്ട് ബാങ്ക്, ഇപ്പോഴത്തെ വോട്ട് ബാങ്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓരോ തെരഞ്ഞെടുപ്പിനും അവർക്ക് കിട്ടുന്ന വോട്ട് ബാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്, വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ തന്നെ ഭയങ്കര കുറവുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നുണ്ട്, CPIക്കാർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ CPIMന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് പോകണമെന്നുള്ളൊരു സാധനം കിട്ടുന്നില്ല. ഈ ഭരണഘട്ടത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരുപാട് അവകാശങ്ങൾ എടുത്ത് ഒഴിവാക്കി.